കോഴിക്കോട് താമരശ്ശേരിയിൽ വീണ്ടും മോഷണം. ചർച്ച് റോഡിൽ മുണ്ടപ്ലാക്കൽ വർഗീസിന്റെ വീട്ടിൽ മോഷ്ടാക്കൾ കയറി. ചോറും മീൻകറിയും ചായയും ഒക്കെ ഉണ്ടാക്കി കുടിച്ച ശേഷമാണ് മോഷ്ടാക്കൾ വീട്ടിൽ നിന്ന് മടങ്ങിയതെന്ന് അറിയുന്നു. അവിടുത്തെ പ്രതികരണം ഒന്ന് കേൾക്കാം. ഉണ്ടായിരുന്ന അത്രേ അലമാരി പിന്നെ താക്കോലിട്ട് കൂട്ടാത്തതുകൊണ്ട് അത് മുഴുവൻ തല്ലി പൊളിച്ചില്ല. അത് മുഴുവനും വലിച്ച് വാരി ഉള്ളതെല്ലാം അകത്ത് നിരത്തിയിട്ട് എല്ലാം അങ്ങനെ ഇട്ടു. അതെല്ലാം പിന്നെ ഈ വീട്ടിൽ എന്തെല്ലാം സാധനമുണ്ട് അത് മുഴുവനുണ്ട് വലിച്ചു വാരി നിരത്തിട്ടേക്കുന്നു. അതൊക്കെ പോട്ടെ, ഞങ്ങളുടെ അടുക്കളയിലേക്ക് കയറാൻ മേലാതെ ഞങ്ങൾ വരുമ്പോൾ രാത്രിയിൽ ചോറ് വെക്കാൻ വൈകിയാലും വിചാരിച്ചിട്ട് ചോറൊക്കെ വെച്ച് റെഡിയാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ട് പോയതാണ്. അത് പഞ്ചസാര പോരുന്ന സ്പൂൺ ഇട്ടിട്ടാണ് ആ ചോറ് വിളമ്പിയിട്ട്, അതും മീൻകറി എന്നാൽ അതൊന്ന് മൂടിയെങ്കിലും വെക്കാനുള്ളൊരു സന്മനസ് അവർ കാണിച്ചില്ല. തിന്നേച്ച് ബാക്കിയുള്ളതൊക്കെ വലിച്ച് വാരിയിട്ട് ചായ 3 ഗ്ലാസ് ഉണ്ടായിരുന്നു. 3 ഗ്ലാസ്സിൽ ഫ്രിഡ്ജിൽ നിന്ന് പാലെടുത്ത് ആ 3 ഗ്ലാസ് ചായ കറക്റ്റ് ഉണ്ടാക്കി അവർ ഗ്യാസിൽ വെച്ചാണ് ഉണ്ടാക്കിയത്. അതൊക്കെ ഉണ്ടാക്കി കുടിച്ച് പഞ്ചസാരയും ചായപ്പൊടിയൊക്കെ നിരത്തിയിട്ട് ഒരു സമൃദ്ധമായി ഭക്ഷണവും മേടിച്ചിട്ടാണ് ഇവിടുന്ന് പോയത്. രാഹുൽ കെ വിയാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. രാഹുലെ, കോഴിക്കോട് നിന്നും ഇന്ന് മാത്രം റിപ്പോർട്ട് ചെയ്യുന്ന 4ാമത്തെ മോഷണ വാർത്തയാണിത്. ഇപ്പോൾ പറയുന്നത് കേൾക്കുമ്പോൾ ഇതൊന്നും തമാശയായിട്ട് കാണേണ്ട കാര്യങ്ങളല്ല. ഒരു വീട്ടിൽ അതിക്രമിച്ചു കയറി മോഷണം നടത്താൻ ശ്രമിക്കവേ ഒന്നും കിട്ടാതെ മടങ്ങിപ്പോയി എന്നുള്ളതാണ് അറിയുന്നത്. പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടോ? എന്താണ് വിശദാംശങ്ങൾ? അനശ്വര, തീർച്ചയായും 4ാമത്തെ വീടിലാണ് ഈ വിധത്തിൽ മോഷണം അല്ലെങ്കിൽ മോഷണ ശ്രമം ഉണ്ടാകുന്നത്. ഇന്നലെ രാത്രിയിൽ തന്നെയാണ് താമരശ്ശേരിയിൽ മോഷണ പരമ്പര തന്നെയാണ് നടന്നത്. വീട്ടുകാർ അവിടെ ഉണ്ടായിരുന്നില്ല. ബന്ധുവിന് അസുഖമായതുകൊണ്ട് വയനാട്ടിലെ വീട്ടിൽ പോയതാണ്. ഇന്ന് വൈകിട്ടാണ് ഈ വിധത്തിൽ മോഷണ ശ്രമം നടന്നതെന്ന് അവർ അറിയുന്നത്. വീടിന്റെ വാതിൽ തുറന്നു കിടക്കുന്നത് കണ്ട് അയൽവക്കത്തെ വീട്ടുകാർ വിളിച്ച് അന്വേഷിക്കുകയായിരുന്നു. സമയത്ത് അവിടെ ഇല്ല എന്നവർ മറുപടി നൽകുകയും ബന്ധുവിനെ കൊണ്ട് വീട്ടിലേക്ക് പറഞ്ഞയച്ച് പരിശോധിക്കുകയുമായിരുന്നു. വീട്ടിലെ സാധനങ്ങൾ ഒന്നടങ്കം തന്നെ വലിച്ചു വാരിയിട്ട നിലയിലാണ്. രസകരമായി തോന്നുന്നത് ഈ അടുക്കളയിൽ അരങ്ങേറിയ കാര്യങ്ങൾ തന്നെയാണ്. ചോറും മീൻകറിയും ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു, അതെടുത്ത് കഴിച്ചു. അതുപോലെ അച്ചാറിന്റെ ഒരു കുപ്പി ഉണ്ടായിരുന്നു, അത് തുറന്ന് അച്ചാറും കഴിച്ചിട്ടുണ്ട്. ഒപ്പം ഫ്രിഡ്ജിലുണ്ടായിരുന്ന പാല് ഉപയോഗിച്ച് ചായ ഉണ്ടാക്കി 3 ഗ്ലാസുകളിൽ ഒഴിച്ച് കുടിച്ചതിന് ശേഷമാണ് മോഷ്ടാക്കൾ അവിടെ നിന്ന് പോയത്. അപ്പോൾ ഈ അടുക്കളയിലെ ഡൈനിങ് ടേബിളിൽ 2 കസേരകളാണ് ഉണ്ടായിരുന്നത്. അതിനൊപ്പം പുറത്തു നിന്ന് മറ്റൊരു കസേര കൂടി എടുത്ത് അങ്ങോട്ടേക്ക് എത്തിച്ചാൽ 3 കസേര ഡൈനിങ് ടേബിളിന് ചുറ്റും ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ്. ഏതായാലും 3 മോഷ്ടാക്കളാണ് വന്നത് എന്ന് സംശയിക്കുകയാണ്. കാരണം 3 കസേരകൾ, 3 ഗ്ലാസ് ചായ എന്നൊക്കെയാണ് അവിടെ കാണാൻ കഴിയുന്നത്. പോലീസിൽ പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ താമരശ്ശേരി പോലീസ് വീട്ടിലെത്തി പരിശോധന നടത്തിയിട്ടുണ്ട്. മറ്റുള്ള സാധനങ്ങളൊന്നും നഷ്ടപ്പെട്ടതായി തോന്നുന്നില്ല എന്നാണ് വീട്ടുകാർ ഇപ്പോൾ പറയുന്നത്. അനുശ്വർ.